ധ്യാനത്തിലെൻ്റെ ഹൃദയം ലയമാർന്നിടട്ടെ, ധ്യാനത്തിലെൻ്റെ ഹൃദയം ലയമാർന്നിടട്ടെ, ധ്യാനത്തിലെൻ്റെ ഹൃദയം ലയമാർന്നിടട്ടെ, ധ്യാനത്തിലെൻ്റെ ഹൃദയം ലയമാർന്നിടട്ടെ. ബ്രഹ്മശ്രീ ഡോക്ടർ സച്ചിദാനന്ദ സ്വാമികൾക്ക് എൻ്റെ ഉള്ളിൽ നിറഞ്ഞ ആദരവ് അറിയിക്കുന്നു. ശിവഗിരി ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിൻ്റെ പ്രസിഡന്റായും ശ്രീനാരായണ ഗുരുദേവന്റെ ധർമ്മദർശനത്തിൻ്റെ പ്രചാരകനായും പ്രവർത്തിക്കുന്ന സ്വാമികൾ ശിവഗിരി മഠത്തിലെ സന്യാസ ജീവിതത്തിൻ്റെ അരനൂറ്റാണ്ട് പിന്നിടുമ്പോൾ അത് ഒരു വ്യക്തിത്വത്തിൻ്റെ ആത്മീയ യാത്രയുടെ സുവർണഘട്ടം മാത്രമല്ല, ഗുരുദർശനത്തിൻ്റെ പ്രായോഗിക ആവിഷ്കാരത്തിൻ്റെ ചരിത്രത്തിലെ ശ്രദ്ധേയമായ ഒരു അധ്യായം കൂടിയാണ്. സന്യാസം മനുഷ്യരുടെ വേദനകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന സേവനമാണെന്ന് സ്വാമിജി തൻ്റെ ജീവിതം കൊണ്ട് തെളിയിച്ചു. ഗുരുദേവൻ പറഞ്ഞ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക, വ്യവസായം കൊണ്ട് അഭിവൃദ്ധിപ്പെടുക എന്ന സന്ദേശം പ്രഭാഷണങ്ങളിൽ മാത്രമല്ല സാമൂഹിക ഇടപെടലുകളിലും സ്വാമികൾ ഉയർത്തി കാണിക്കുന്നു. ശ്രീനാരായണ ദർശനത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ സച്ചിദാനന്ദ സ്വാമികളുടെ സംഭാവന ഏറെ ശ്രദ്ധേയമാണ്. ഗുരുദേവന്റെ ചിന്തകളെ സാധാരണക്കാർക്കും യുവതലമുറയ്ക്കും മനസ്സിലാകുന്ന ഭാഷയിൽ അവതരിപ്പിച്ച നിരവധി ഗ്രന്ഥങ്ങൾ സ്വാമികൾ രചിച്ചിട്ടുണ്ട്. ഗുരുദർശനത്തിൻ്റെ തത്വചിന്തയും സാമൂഹിക പ്രസക്തിയും ആധുനിക ലോകവുമായി ബന്ധപ്പെടുത്തി അവതരിപ്പിച്ച ഈ കൃതികൾ ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും ഒരുപോലെ വഴികാട്ടികളാണ്. ഗുരുദേവൻ ക്ഷേത്രത്തെ മനുഷ്യ സമത്വത്തിൻ്റെ പ്രതീകമാക്കി മാറ്റിയപ്പോൾ ആ ക്ഷേത്രങ്ങൾ വീണ്ടും പഴയ അനാചാരങ്ങളുടെ കേന്ദ്രങ്ങളാകരുതെന്ന മുന്നറിയിപ്പാണ് സ്വാമികൾ ആവർത്തിച്ച് നൽകുന്നത്. ഗുരുദേവന്റെ സന്ദേശം സമത്വത്തിൻ്റെയും മനുഷ്യ സ്നേഹത്തിൻ്റെയും സന്ദേശമാണ്. ജാതി, മതം, സാമ്പത്തിക വ്യത്യാസങ്ങൾ എന്നിവയുടെ പേരിൽ മനുഷ്യൻ ഇന്നും പിന്നാക്കം നിൽക്കുന്നിടത്ത് നിന്ന് സമത്വത്തിലേക്ക് നയിക്കാനാണ് സച്ചിദാനന്ദ സ്വാമികൾ ഓരോ ജില്ലയും നോക്കി കണ്ടറിഞ്ഞ് പരിഹാരം കാണുന്നത്. അറിവിൻ്റെ കാര്യത്തിൽ പിന്നാക്കം നിൽക്കുന്ന ജില്ലകളെ കണ്ടെത്തി പ്രതിമാസം സത്സംഗങ്ങൾ നടത്തി ജനത്തെ അറിവിൻ്റെ പാതയിലേക്ക് നയിക്കാൻ സ്വന്തം ആരോഗ്യം പോലും നോക്കാതെ അഹോരാത്രം പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വാമിജിക്ക് എത്ര നന്ദി പറഞ്ഞാലും അധികമാകില്ല. ഈ സത്സംഗത്തിൻ്റെ ഒരു സവിശേഷത എന്തെന്നാൽ എത്ര ഭവനങ്ങളിൽ സത്സംഗം നടത്തിയാലും ആവർത്തനം ഉണ്ടാകാത്ത വിജ്ഞാനപ്രദമായ ശൈലിയിലാണ് സ്വാമിജി പ്രഭാഷണം നടത്തുന്നത്. എന്ത് സംശയത്തിനും ഉടൻ മറുപടി ഉണ്ടാകും. ഗുരുദേവന്റെ പാതയിൽ കൂടി തന്നെ നമുക്കും സഞ്ചരിക്കണം എന്ന നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള ഉറച്ച തീരുമാനം സച്ചിദാനന്ദ സ്വാമിജിയുടെ ഓരോ പ്രവൃത്തിയിലും വാക്കിലും നമുക്ക് കാണാൻ കഴിയും. സമൂഹത്തെ പ്രകാശപൂരിതമാക്കുന്ന സ്വാമിജി നമ്മുടെ മുതൽക്കൂട്ട് തന്നെയാണ്. ആത്മീയതയുടെ ഉയരങ്ങളിൽ നിൽക്കുമ്പോഴും സാധാരണക്കാർക്ക് ഏത് ആവശ്യത്തിനും ഓടിയെത്താൻ കഴിയുന്ന ഇടമായി ശിവഗിരി മഠത്തെ മാറ്റിയതിൽ സച്ചിദാനന്ദ സ്വാമികൾക്ക് വലിയൊരു പങ്കുണ്ടെന്ന് ബിന്ദു മന്ത്രിയാകുന്നതിന് മുൻപ് എന്നോട് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. അമൂല്യമായ കാഴ്ചപ്പാടുകളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സച്ചിദാനന്ദ സ്വാമികൾക്ക് ലഭിച്ച ശ്രീനാരായണ ഗുരു രത്നവും ഒപ്പം ഗുരുധർമ്മ ശിവഗിരി മഠത്തിലെ ബ്രഹ്മചാരികൾ സച്ചിദാനന്ദ സ്വാമികൾക്ക് നടത്തിയ പാദപൂജയും ഗുരുധർമ്മ പ്രചാരണ മാതൃസഭാ പ്രവർത്തകർ സമ്മാനിച്ച ഉപഹാരങ്ങളും വളരെ ശ്രദ്ധേയമാണ്. ഇനിയും സ്വാമിജിക്ക് ദീർഘവീക്ഷണം ഉണ്ടാകും. അതിനു വേണ്ടുന്ന ആയുരാരോഗ്യം ഉണ്ടാകണമേ എന്ന പ്രാർത്ഥനയോട് ഓം തത് സത് ശ്രീനാരായണ ഗുരുവർപ്പണമസ്തു.